പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ ഭവനത്തോടും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്ന വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 39:29 തിരുവചനത്തിലൂടെ പറയുകയാണ്, ഇസ്രായേൽ ഭവനത്തിൽ നിന്നും ഇനിമേൽ ഞാൻ എൻ്റെ മുഖം മറയ്ക്കുകയില്ല. എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ ഞാൻ അതിന്മേൽ അയച്ചിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിലൂടെ ഈശോ വ്യക്തമായിട്ട് പറയുകയാണ് നമ്മോട് ഓരോരുത്തരോടും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന്. ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടൊരു കാലഘട്ടം അവരിലുണ്ടായിരുന്നു. ആ സമയം ദൈവം അവരിൽ ഇടപെട്ട് പറയുകയാണ്, ആ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ദൈവം. ഇനിമേൽ ഞാൻ എൻ്റെ മുഖം ഇസ്രായേൽ ജനത്തിൽ നിന്നും മറയ്ക്കുകയില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് എന്നോടും നിങ്ങളോടും നമ്മുടെ ഭവനത്തോടും ഈശോ പറയുകയാണ്. നമ്മുടെ ഭവനത്തിൽ നിന്നും, നമ്മളിൽ നിന്നും, നമ്മുടെ ഓരോ വ്യക്തികളിൽ നിന്നും പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുഖം ഇനിമേൽ മറയ്ക്കുകയില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കണം, ഞാനും നിങ്ങളും ഇതുപോലെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുകയാണോ, അതോ ദൈവത്തിൻ്റെ മുഖം നമ്മളിൽ നിന്നും മറഞ്ഞിരിക്കുന്നൊരവസ്ഥയാണോ നമ്മുടെ ജീവിതത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, പക്ഷേ ഈശോ നമ്മോട് പറയുകയാണ്, ദൈവത്തിൻ്റെ മുഖം നമ്മളിൽ നിന്നും മറയ്ക്കുകയില്ലെന്ന്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ, അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവായ ദൈവം, ആ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് അയച്ചിരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ ദൈവം വസിക്കുന്ന ഓരോ വ്യക്തികളുമാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഇനി ഒരിക്കലും നമ്മളിൽ നിന്നും മറഞ്ഞിരിക്കുവാനോ ദൈവത്തിൻ്റെ മുഖം നമ്മളിൽ നിന്നും മറയ്ക്കുവാനോ സാധിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മിലേക്ക് അയച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവ് മറഞ്ഞിരിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതെല്ലാം മാറ്റി ആ ദൈവാത്മാവിനെ നിറഞ്ഞ് വസിക്കുന്ന ഒരു മനുഷ്യനായി, ഒരു വ്യക്തിയായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.